ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ പോലീസും ക്രിമിനലുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർ പിടിയിലായ പ്രതികളുടെ തലയ്ക്ക് 25,000 രൂപ വീതം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ദാസു വൻവാസി വധക്കേസിലെ പ്രതികളാണ് ഇവർ. പ്രതികളിൽ നിന്ന് മാരകായുധങ്ങളും പിടികൂടിയിട്ടുണ്ട്. പരിക്കേറ്റ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്ദഗോപനിലേക്ക് പോകുന്നു. നന്ദൻ, അതായത് നമുക്കറിയാം ഉത്തർപ്രദേശിൽ കൃത്യമായി ഗുണ്ടകളെ പിടികൂടുന്ന ഒരു പോലീസ് സംവിധാനമുണ്ട്. അത് ഒരുപക്ഷെ ഇവിടെ കേരളത്തിൽ പലരെയും വിരൽ പിടിപ്പിക്കുന്നുമുണ്ട്. അത് പലപ്പോഴും കേരളത്തിലും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നത്. കാരണം സധൈര്യം മുന്നോട്ട്. കാരണം ഈ ഗുണ്ടാരാജിനോട് ഒരു സന്ധിയുമില്ല. ആരാണോ സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്തുക. അത് മാത്രമല്ല, ഞാൻ ഇവിടെ പല ഈ ക്രൈംസും ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ പല കമന്റും കാണാറുണ്ട്. അതായത് അവർ പറയുന്നത് ഇപ്പോ UP പോലീസ് എങ്ങാനും ആയിരുന്നെങ്കിൽ കാണാൻ. അതെ, എന്തായാലും ഗാസിപൂരിലുണ്ടായ നടപടി അത് എങ്ങനെയാണ്? 2 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. അവർ ഏതൊക്കെ കേസിലെ പ്രതികളാണ്? കൊടും കുറ്റവാളികളാണ്. രാഖി സുരേഷ്, ഉത്തർപ്രദേശ് സർക്കാരിന്റെ കടുത്ത നടപടി അത് തന്നെയാണ് ഇപ്പോൾ 2 പ്രതികൾ അറസ്റ്റിലാകാൻ കാര്യം. ഇവർ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. എന്നാൽ പോലീസിന് നേരെ ഇവർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പോലീസിന് നേരെ ഇവർ ആയുധമെടുത്തു. എന്നാൽ പോലീസ് കൃത്യമായി അതേ ആയുധം വെച്ചുകൊണ്ട് തന്നെ പോലീസ് ഇവരെ തിരിച്ചു നേരിട്ടു എന്നുള്ളതാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നത്. 2 പേർക്ക് കാലിന് വെടിയേറ്റിട്ടുണ്ട്. ഈ പിടിയിലായ 2 പേർ ഇവർക്ക് 25,000 രൂപ വീതം ഇവരുടെ തലയ്ക്ക് പ്രഖ്യാപിച്ചായിരുന്നു. ദാസു വനവാസി വധക്കേസിലെ പ്രതികളാണ് ഇവർ. മാത്രമല്ല, ഈ പ്രതികളിൽ നിന്നും നിരവധി മാരകായുധങ്ങളും കണ്ടെടുത്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പരിക്കേറ്റ പ്രതികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ ഗുണ്ടകളെ പിടികൂടുവാൻ വേണ്ടി പ്രത്യേക ഡ്രൈവാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. നഗര ഗ്രാമ ഭേദമന്യേ വലിയ പരിശോധനകൾ നടത്തുന്നു. ഈ പരിശോധനകളിൽ നിരവധി പ്രതികൾ പിടിയിലാകുന്നു. കഴിഞ്ഞ ദിവസമാണ് 4 പേരെ പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തിയത്. ഇവരും വലിയ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായിരുന്നു. കൊലക്കേസ് പ്രതികൾ, അതേപോലെ തന്നെ പോക്സോ കേസ് പ്രതികൾ അടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം പിടികൂടിയത്. എന്നാൽ ഇപ്പോൾ പിടികൂടിയത് 2 കൊലക്കേസ് പ്രതികളെയാണ്. ഇവരുടെ തലയ്ക്ക് 25,000 രൂപ വീതം സർക്കാർ ഇനാമും പ്രഖ്യാപിച്ചിരുന്നു. ഉത്തർപ്രദേശ് പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല കൊടും കുറ്റവാളികളും അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ, സധൈര്യം ഇവരുടെ ക്രിമിനലുകളോട് പെരുമാറുന്ന അവർക്ക് ശിക്ഷ ഉറപ്പുവരുത്തുന്ന സമീപനം എല്ലായിടത്തും വേണം. എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലും വേണം. പ്രത്യേകിച്ച് കേരളത്തിൽ വേണമെന്നാണ് എല്ലാവരും. കാരണം കേരളത്തിൽ അറിയാം. കാരണം അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കാൻ കാരണമുണ്ട്. ഇടത് വലത് ഭരണം ഇത്തരം മാഫിയകളോട് സന്ധി ചേർന്നുള്ള ഒരു അല്ലെ വർഗീയ ശക്തികളോട്, ജിഹാദി ശക്തികളോടൊപ്പം മാഫിയ ശക്തികളോടും കൂടെ ചേർത്തിലുള്ള ഭരണമാണ് മുന്നോട്ട് പോകുക. കാരണം ഇവർക്ക് അങ്ങോട്ടും ചെയ്തു കൊടുക്കുന്നു, അവർ ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു സമവായ രാഷ്ട്രീയം ഇനി വേണ്ട. ക്രിമിനലുകളോട്, ജിഹാദി ശക്തികളോട്, വർഗീയ സംഘടനകളോട് ഒരു സന്ധിയും വേണ്ട. അവർക്ക് പ്രഹരം ഉറപ്പുവരുത്തണമെന്നാണ് UP സർക്കാർ പറയുന്നത്. ആ സമീപനമാണ് ഇവിടെ നമുക്ക് ആവശ്യം, അല്ലേ? എന്തായാലും കേരളത്തിൽ ഈ ഉടനെ ഒന്നും അത് നടക്കില്ല. കാരണം ഇപ്പോഴേ മത ഭീകര സംഘടനകളുമായൊക്കെ കൈകോർത്തുള്ള നടപടികളാണ് ഇവിടെ നടക്കുന്നത്.